അൽഹംദുലില്ലാഹ് ഒരു പുതിയ ചരിത്ര മുഹൂർത്തത്തിന് കൂടി സഹോദരങ്ങളെ എന്ന് നമ്മുടെ തലസ്ഥാന നഗരി സാക്ഷിയാകുകയുണ്ടായി. ഞാനിത് പറയുമ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് SYF അഥവാ സമസ്ത കേരള സുന്നി യുവജന സംഗമം കേരളത്തിലെ ഏറ്റവും വലിയ സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ ബൃഹത്തായ പ്രസ്ഥാനം ദിനംപ്രതി കേരളത്തിലെ 50 വീടുകളിൽ ഒരു ക്യാൻസർ രോഗി എന്ന ഭീകരമായ അവസ്ഥയിൽ കടന്നു പിടിക്കുന്ന പകർച്ചവ്യാധി പോലെ ആരോഗ്യ കേരളത്തിന്റെ സമവാക്യങ്ങൾ ക്യാൻസർ എന്ന മഹാരോഗം തിരുത്തിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ റേഡിയേഷൻ തെറാപ്പി ചെയ്യാനും കീമോതെറാപ്പി ചെയ്യാനും അങ്ങനെ അടക്കമുള്ള ധാരാളം ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ അങ്ങനെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്ത് നിന്നും കേരളത്തിന് പുറത്തു നിന്ന് പോലും ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളും അവർക്ക് കൂട്ടിരിപ്പുകാരുമായ ധാരാളം ആളുകളും വിശ്രമിക്കാനോ ഒന്ന് സ്വസ്ഥമായി ചികിത്സ പൂർത്തിയാക്കാനോ സ്ഥലമില്ലാതെ തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഏറ്റവും തിരക്കാർന്ന ഭാഗത്ത് വന്ന് നെട്ടോട്ടമോടുമ്പോൾ രോഗികളുടെ രോഗാവസ്ഥകളെ ചൂഷണം ചെയ്ത് ഹോട്ടൽ മാഫിയകൾ റൂം റെന്റുകൾ വർദ്ധിപ്പിച്ച് പീഡനം തുടരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സേവനക്കാരുടെ പ്രവർത്തനങ്ങളിൽ വാഴ്ത്തപ്പെടുന്ന ചക്രവർത്തിയായ ഇന്ത്യൻ മുസ്ലിമാന്റെ അഭിമാന ഭാജനം ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ കേന്ദ്രത്തിന് സാരവത്തായ സംസ്ഥാപനം നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടത്തപ്പെടുകയുണ്ടായി. കേരള മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ നിർവഹിക്കേണ്ടിയിരുന്നതാണ് ആ ബീജാബാബാധർമ്മം. കൊച്ചിയിൽ നടന്ന നിർഭാഗ്യകരമായ അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന് അർജന്റായി അങ്ങോട്ട് പോകേണ്ടി വന്നു. എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രി ശിവകുമാറിന്റെയും ശിവൻകുട്ടി MLA-യുടെയും പന്നിയൻ രവീന്ദ്രന്റെയും ഹേമമുരളീധരന്റെയും KT ജലീലിന്റെയും തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖന്മാരുടെയും മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, മഹാനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ്, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈമി ഉസ്താദ്, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം ഉസ്താദ് അടക്കമുള്ള SYF സംസ്ഥാന നേതൃത്വത്തിന്റെ കാർമ്മികത്വത്തിൽ കാരുണ്യ സേവന സംരംഭങ്ങളുടെ തലസ്ഥാന നഗരിയിലെ ആസ്ഥാന മന്ദിരത്തില് ഞാൻ പ്രസംഗിക്കുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ബീജാബാബ നൽകപ്പെടുകയായിരുന്നു. എന്തുകൊണ്ടാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ നേതാക്കളെയും ഓർത്ത് നമുക്കൊരായിരം തവണ സമാധാനം കൊള്ളാം എന്ന് പറഞ്ഞാൽ മഹാനരായ കാന്തപുരം ഉസ്താദ് ആ മഹത്തായ ബൃഹത്തായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിക്കുമ്പോൾ ഒരു വലിയ കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. പ്രിയമുള്ളവരെ, സാന്ത്വന കേന്ദ്രമെന്ന് പറഞ്ഞാൽ മുസൽമാന്റേത് മാത്രമല്ല, ഹൈന്ദവന്റേതും ക്രൈസ്തവന്റേതുമല്ല, മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും എന്നല്ല, എല്ലാ ക്യാൻസർ രോഗികളുടെയും അഭയസ്ഥാനവും ആശ്രയ കേന്ദ്രവുമാണെന്ന് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, സുന്നി കേരളത്തിന്റെ അഭിമാന ഗോപുരം പണിയാൻ SYF തീരുമാനിക്കുമ്പോൾ SYF-ന്റെ നേതൃത്വം വഹിച്ച എന്റെ പ്രിയങ്കരനായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കൾ പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങളെ തേടി ഖത്തറിലേക്കും UAE-യിലേക്കും ഒമാനിലേക്കും കുവൈറ്റിലേക്കും സൗദി അടക്കമുള്ള അതുപോലെ മലേഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിലേക്ക് കടത്തിയപ്പോൾ അവിടെയുള്ള ചോരവല്ലാതെ അധ്വാനിക്കുന്ന പാവം പ്രവാസികൾ ICF-ന്റെയും RSC-യുടെയും നമ്മുടെ കർമ്മോത്സുകരായ നമ്മുടെ പ്രിയമുള്ള പ്രവർത്തകർ അവർ തലമുറയില്ലാത്ത പിന്തുണയാണ് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർക്ക് അവർ നൽകിയത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും സുന്നി സമൂഹത്തിന് ആത്മാഭിമാനം കൊള്ളാവുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരി സാക്ഷിയായത്. ഞാനിത് പറയുമ്പോൾ ആ സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞു. മഹാനരായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ പ്രഖ്യാപനം ഏറ്റെടുക്കാൻ കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ സുന്നി പ്രസ്ഥാനം സദാ സർവാത്മന സർവസ്വവും സമർപ്പിച്ച് സുസജ്ജരായി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, തലവറയില്ലാത്ത ധാരാളം പിന്തുണ നൽകിയ പ്രവാസികളെ ഞാൻ ഇത്തവണ ഈ തരുണത്തിൽ വളരെ സന്തോഷദായകമായി ഓർക്കുകയാണ്. തിരുവനന്തപുരം
തിരുവനന്തപുരം സിറ്റിയായതുകൊണ്ട് പ്രാഥമികമായ പേപ്പർ വർക്കുകൾക്ക് ധാരാളം പ്രയാസമുണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തകൻ കൂടിയായ അഡ്വക്കേറ്റ് എന്ന യുവ സുഹൃത്തിന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനമായി പേപ്പർ വർക്കുകളെല്ലാം ഭംഗിയായി പൂർത്തിയാകുകയായിരുന്നു. അള്ളാഹു എല്ലാവർക്കും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ സാന്ത്വന കേന്ദ്രം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയം നൽകുന്ന ആശ്രയ തീരമായി, സാന്ത്വന കേന്ദ്രമായി, സാന്ത്വന തീരമായി അള്ളാഹു എന്നു നിലനിർത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആമുഖമായി ഞാൻ ഞങ്ങളോട് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ള കൂട്ടുകാരെ, അള്ളാഹുവിന്റെ